അച്ഛനും അമ്മയും പിന്നെ മകളുടെ ഏച്ചിയും കൂടെ രാവിലെ വരും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കും. 12 മണി 12:30 ആവാതെ കട ഡോർ തുറക്കില്ല. അതുവരെ ഇങ്ങനെ കാത്തിരിക്കണം. അതായത് ഈ കാത്തിരിപ്പിന് സുഖമുണ്ട്. കാരണം നല്ല മണമുണ്ട്. നല്ല പുട്ടും കൂട്ടി ചിക്കൻ പെരട്ട് ഇങ്ങനെ അടിക്കുക. ഓഫ് അച്ചോയ്. വായില് വെള്ളം വരുന്നുണ്ട്. നട്ടപ്പുരി വെയില് പുറത്തു. അച്ചോയ് തുറക്കാറായില്ലേ? ഇത് വേവണ്ടേ, നല്ലതായിട്ട് വെന്ത് കിട്ടണ്ടേ, അതാണ് താമസം. തുറക്കുവോ? തുറക്കാം. തലക്കന്നെ കയറ്റി വിടാ. അത്തേ കയറ്റുവോ? ഡോർ വെക്ക്. യെസ്, നല്ല മണം. ആയോ? ആയി. ബോർഡ് തൂക്കണ്ടേ? തൂക്കാം. കപ്പ, പുട്ട്, നാടൻ കോഴിപ്പരട്ട്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നാടൻ കോഴി വേറെ ഒന്നുമില്ല. ഇല്ല. അതാണ് നമ്മുടെ ബ്രാൻഡും. അതെ. എവിടെ തൂക്കണ്ടേ? അവിടെ നെറ്റില്. ഇതെങ്ങനെ സഖാവെന്ന് പേരിടാൻ കാരണം എന്താ? ഞാൻ സഖാവായോണ്ട് സഖാവെന്ന് പേരിട്ട്. പിന്നെ അല്ല, ഞാനും സഖാവുന്നു. അതല്ല, ഇപ്പൊ എന്താ സജീവ രാഷ്ട്രീയപ്രവർത്തനം അല്ലെങ്കിൽ? അതെ, ആയിരുന്നു. ഇപ്പൊ ഇല്ല. കപ്പ, പുട്ട്, നാടൻ കോഴിപ്പരട്ട്. ഈ അഡീഷണലി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഈ നാടൻ കോഴി പെരട്ടിനാണ് നമ്മളെ ഈ പെരട്ട് നന്നായിട്ട് കൊടുക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഒറിജിനലായിരിക്കണം. അത് രാത്രി എപ്പോൾ അടയ്ക്കും? രാത്രി 9. നമ്മളെങ്ങനെ ഓരോ പോർഷനാക്കി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടാക്കി വെച്ച് കുറച്ച് ഉണ്ടാക്കും. എത്ര കിലോ? 5 കിലോ വെച്ച് ഉണ്ടാക്കും. പിന്നെ പറയാൻ പറ്റില്ല. അത് പിന്നെ ഇങ്ങനെ കുറവിനനുസരിച്ച് പകുതി ആകുമ്പോൾ വീണ്ടും അടുത്ത ഇരിച്ചിട്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് ഇപ്പൊ കൊണ്ടിരിക്കും. കാരണം പാഴ്സലിൽ വന്നോണ്ടിരിക്കും. റെഡിയായി. 2 പുട്ടും 2 ചിക്കൻ പെരട്ട് പാഴ്സൽ. ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ഇല്ല. ഞായറാഴ്ച ദിവസം അവധി കിട്ടിയ. നാടനായതുകൊണ്ടാണ് ആൾ വരുന്നത്. ബ്രോയിലർ കോഴിയൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ നാടൻ കിട്ടിയില്ല, എന്താകും? കിട്ടിയില്ല, കട ഇല്ല, തുറക്കൂല. വേറെ ഐറ്റം ഇല്ലല്ലോ. ഇല്ല. നാളെ ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ അടച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം അടച്ചിട്ടുണ്ട്. പിന്നെ സഹായത്തിന് കാര്യത്തിലാരൊക്കെ? സഹായത്തിന് എൻ്റെ ഭാര്യയുണ്ട്. പിന്നെ മകള് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് അവൾ കൂടി ഒന്ന് സഹായിക്കും. അപ്പൊ കുക്കിംഗ് ഒക്കെ അച്ഛനാണല്ലോ? ഞാനും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇതെങ്ങനെ ചിക്കൻ പെരട്ടിലേക്ക് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീം തോന്നാൻ? ചിക്കൻ പെരട്ടിൽ എത്തിപ്പെട്ടത് ഞാൻ കല്യാണ പാചകമായിരുന്നു, വിവാഹ പാചകം. സത്യ ഒരിക്കലും ഇരുന്നപ്പോഴാണ് ഈ രാത്രി ഈ വിറവിൻ്റെ ചൂടും തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ട് എനിക്ക് സുഖമില്ലാതായി. അങ്ങനെ അത് മതിയാക്കിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. നമ്മുടെ റെസിപ്പി എന്താ പറഞ്ഞുതരാൻ പറ്റുമോ? അത് പറയില്ല. അത് പറഞ്ഞാൽ പോയില്ലേ. സഖാവ് പേര് ആദ്യം ഉറപ്പിച്ചിട്ടാണ്, രണ്ടും കൽപ്പിച്ചിട്ടാണ് സഖാവ് പേരിട്ടത് തന്നെ. നമ്മൾ സഖാവായോണ്ട് അങ്ങനെ ഒരു പേര് കിട്ടുന്നത്. എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ ആളുകൾ, ഞാൻ അങ്ങനെയല്ല, നല്ല ആളാണ്, എല്ലാവരും വരും. ഇവിടെ BJP-ക്കാർ വരും, എല്ലാ സർവരും വരും. എല്ലാവരും വരും. നല്ല ഫുഡ് കൊടുത്ത ആള് വരും. ഇതിപ്പോ 1/4 കിലോ വരും അല്ലേ? 1/4 കിലോ. ഓക്കെ. അപ്പൊ പുട്ട് എത്ര? 30 രൂപ. കപ്പയാണെങ്കിലോ? അത് 30. നല്ല സോഫ്റ്റ് പുട്ടിട്ടാ. പുട്ടും പപ്പടും ചിക്കൻ പെരട്ടും. ഏതാ കോംബോ അല്ലേ? ഈ നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് കഴിക്കാൻ ശേഷം ബുദ്ധിമുട്ടാണ്. കുറച്ച് മൂപ്പ് കൂടുതലായതുകൊണ്ടേ. പക്ഷേ നല്ല അത്യാവശ്യം എരിവും നല്ല ചൂടും നല്ല പെപ്പറിൻ്റെ ആ ടേസ്റ്റും സംഗതി പൊളിച്ച്. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്ര 10 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 15 കിലോമീറ്റർ. അത് തിരുവനന്തപുരത്ത് പ്രാവശ്യം വരണം. പ്രാവശ്യം തിരിച്ചിട്ട് നരുവാമൂട് നരുവാട് ജംഗ്ഷൻ തൊട്ടടുത്താണ് സഖാവ് ഹോട്ടൽ. പുറത്ത് നോക്കിയാൽ തന്നെ പെട്ടെന്ന് വലിയ ബോർഡ് കാണാം. സംഗതി പൊളിച്ചു വിട്ടാച്ചാ. ഗംഭീര കറി. തലക്കറി എല്ലാം കഴിച്ച് ഞാൻ എല്ലാം വിട്ടേക്കും. ഇപ്പോൾ പ്രാവശ്യമ്പല ഭാഗത്തോ ഈ നരുവാമൂട് ഭാഗത്തൊക്കാരും വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നേക്ക് സഖാവിലേക്ക് വരിക. അതൊക്കെ ഞാൻ പോട്ടെ. കഴിച്ചിട്ട് ഞാൻ എല്ലാം വിടും. വീണ്ടും കാണാം. ഓക്കെ, തൽക്കാലം ബൈ.